ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ടാണ്. മോഡൽസ് ഓഫ് ടൈം സീരീസ് അനാലിസിസും അതേപോലെ ട്രെൻഡ്സ് ലൈൻസ്, ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് ലൈൻസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡൽസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള കോമ്പണൻസ് പഠിച്ചിട്ടുണ്ട്. എത്ര തരം ആണ് നമുക്ക് ടൈം സീരീസ് ഉള്ളത്, ടൈം സീരീസ് കോമ്പണൻസ് ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സെക്യുലാർ ആയിരുന്നു, സെക്യുലാർ ട്രെൻഡ്. ദെൻ സൈക്ലിക്കൽ വേരിയേഷൻ, സീസണൽ വേരിയേഷൻ, റാൻഡം ഓർ ഇറഗുലർ വേരിയേഷൻസ്. ഇതിൻ്റെ ബേസിൽ നമ്മൾ മോഡൽസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അഡിക്റ്റീവ് മോഡലും അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ. ഇത് രണ്ട് മോഡൽസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അഡിക്റ്റീവ് മോഡലിൽ നമ്മൾ ഈ 4 എലമെൻറ്റ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 4 എലമെൻറ്റ്സും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോരുത്തരും ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അഡിക്റ്റീവ് മോഡലിലുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു അഡിക്റ്റീവ് മോഡലിൽ ഇതിൽ ടൈം സീരീസ് എന്ന് പറയുന്നത് T+C+S+I ആയിരിക്കും. ടി എന്ന് പറയുന്നത് ട്രെൻഡ് വേരിയേഷൻ അഥവാ സെക്യുലാർ ട്രെൻഡാണ്. ദെൻ സൈക്ലിക്കൽ വേരിയേഷൻ, ദെൻ എസ് എന്ന് പറയുന്നത് സീസണൽ വേരിയേഷൻ, ഐ എന്ന് പറയുന്നത് ഇറഗുലർ ഓർ റാൻഡം വേരിയേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടലായിരിക്കും എന്ത്, ടൈം സീരീസ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലിലോട്ട് വരികയാണെങ്കിൽ ഇത് എന്താണ്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ദ ഓവറോൾ പാറ്റേൺ ഓഫ് വേരിയേഷൻ ഇൻ ടൈം സീരീസ് ഇസ് ദ കമ്പൈൻഡ് റിസൾട്ട് ഓഫ് ദി ഇൻട്രാക്ഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഓൺ ദ ടൈം സീരീസ്. അതായത് ഈ ഒരു 4 എലമെൻറ്റും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ പാറ്റേൺ അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് റിസൾട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 4 കോമ്പണൻസ് ടൈം സീരീസിൻ്റെ പ്രൊഡക്റ്റ്, അതായത് ടൈം സീരീസ് എന്ന് പറയുന്നത് ഇത് ഈ 4 ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. പ്രൊഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം മൾട്ടിപ്ലിക്കേഷനിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലിൽ ടൈം സീരീസ് ഇസ് ഈക്വൽ ടു T × C × S × I ആണ്. ഓക്കെ, ട്രെൻഡ് വേരിയേഷൻ, സൈക്ലിക്കൽ വേരിയേഷൻ ആൻഡ് സീസണൽ വേരിയേഷൻ ആൻഡ് ഇറഗുലർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി എന്താണ്, പ്രൊഡക്റ്റ് ആണെന്ത്, ടൈം സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മോഡൽസാണ് ടൈം സീരീസിലുള്ളത്, അഡിക്റ്റീവ് മോഡലും അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ട്രെൻഡ് ലൈൻസ് ആണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ് ലൈൻസ് ആണ് നോക്കുന്നത്. കുറേ തരം ട്രെൻഡ് ലൈനുകളുണ്ട്. ലീനിയർ ട്രെൻഡ് ലൈൻ, ദെൻ ലോഗ് അരിത്മെറ്റിക് ട്രെൻഡ് ലൈൻ, ദെൻ പോളിനോമിനൽ ട്രെൻഡ് ലൈൻ, അതേപോലെ പവർ ട്രെൻഡ് ലൈൻ, എക്സ്പോണൻഷ്യൽ ട്രെൻഡ് ലൈൻ ആൻഡ് മൂവിങ് ആവറേജ് ട്രെൻഡ് ലൈൻ. അങ്ങനെ ഓരോന്നുമുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ലീനിയർ ട്രെൻഡ് ലൈൻ ആണ്. ലീനിയർ ട്രെൻഡ് ലൈൻ ഇസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് സിമ്പിൾ ലീനിയർ ഡാറ്റ സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ് സിമ്പിൾ അതേപോലെ ലീനിയർ ആണെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നാണ് ഇതിനെ നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു കേസിലാണ് നമ്മൾ ലീനിയർ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നത്. ദ ലീനിയർ ട്രെൻഡ് ലൈൻ യൂഷ്വലി ഷോ ആൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ ട്രെൻഡ് അറ്റ് എ സ്റ്റഡി റേറ്റ്. ഒരു സ്റ്റഡി റേറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ അത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ആ ഒരു ട്രെൻഡ് ചെയ്യുന്നുണ്ട്, ആ ട്രെൻഡ് ഷോ ചെയ്യുന്നുണ്ട് ലീനിയർ ട്രെൻഡ് ലൈനിൽ. ദെൻ ലോഗരിതമാറ്റിക് ട്രെൻഡ് ലൈനാണ് നെക്സ്റ്റ്. ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡാറ്റ ഇൻക്രീസ് ഓർ ഡിക്രീസ് ക്വിക്ക്ലി ആൻഡ് ദെൻ ലെവൽ ഔട്ട്, എ ലോഗരിതമാറ്റിക് ട്രെൻഡ് ലൈൻ ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ആസ് ദ ബെസ്റ്റ് ഫിറ്റ് കർവ്ഡ് ലൈൻ. അതായത് ഒരു ഡാറ്റ ഇൻക്രീസ് ചെയ്യുകയോ അല്ല ഡിക്രീസ് ചെയ്യുകയോ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ക്വിക്ക്ലി ഡിക്രീസ് ഓർ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനാണ് ലോഗരിതമാറ്റിക് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ട്രെൻഡ് ലൈനിൽ. ദെൻ പോളിനോമിനൽ ട്രെൻഡ് ലൈനാണ് നെക്സ്റ്റ് വൺ. The polynomial trend line is a curved line. ഇതൊരു curved line ആണ് which is used when the data is fluctuates. ഡാറ്റ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെൻഡ് ലൈനാണ് പോളിനോമിനൽ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പവർ ട്രെൻഡ് ലൈൻ ആണ്. പവർ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ദ പവർ ട്രെൻഡ് ലൈൻ ഈസ് എ curved ലൈൻ. ഇതും ഒരു curved ലൈനാണ് which is best used in case of data set
ദാറ്റ് കമ്പയർ മെഷർമെൻറ്റ് വിച്ച് ഇൻക്രീസ് അറ്റ് എ സ്പെസിഫിക് റേറ്റ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യാനാണ്, മെഷർമെൻറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു റേറ്റിൽ ഡാറ്റാസ് ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മെഷർമെൻറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പവർ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. Okay, then exponential trend line. If the data value rise or fall at increasingly higher rate, an exponential trend line is most useful. അതായത് നമ്മളൊരു ഡാറ്റ വാല്യൂസ് എന്ത് ചെയ്യാണ്, ഹൈ റേറ്റിൽ ഇൻക്രീസ് ചെയ്യുകയോ ഫോൾ ചെയ്യുകയോ ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ട്രെൻഡ് ലൈനാണ് എക്സ്പൊണൻഷ്യൽ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ആവറേജ് ട്രെൻഡ് ലൈൻ ആണ്. എ മൂവിങ് ആവറേജ് ട്രെൻഡ് ലൈൻ സ്മൂത്തൻ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ഡാറ്റ so as to show it as a pattern or trend more clearly. Next, moving average trend line ആണ്. A moving average trend line smoothens the fluctuations in data so as to show it is a pattern or trend more clearly. ഇത് നമ്മൾ മൂവിങ് ആവറേജ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂവിങ് ആവറേജ് ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ എന്താണ് 3 ഇയർലി 4 ഇയർലി 5 ഇയർലി മൂവിങ് ആവറേജ് ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രെൻഡ് ലൈൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെറിയ രീതിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് ട്രെൻഡ് ലൈനും മെത്തേഡ്സ് ഓഫ് ട്രെൻഡും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയാണുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ടൈം സീരീസ് അനാലിസിസ്. ഓക്കെ, എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.